ഉമേഷ് ബാലകൃഷ്ണൻ ഇപ്പോൾ ചേരുന്നുണ്ട് ഈ മോക്ക് ഡ്രിൽ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി. ഉമേഷ്, അങ്ങനെ എല്ലാ ജില്ലകളിലും ഈ മോക്ക് ഡ്രിൽ നടക്കുന്നുണ്ട്, അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുമല്ലോ. എന്തൊക്കെയാണ് ഉമേഷ് അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? ഉന്മേഷ്, ഞാനിപ്പോൾ ഉള്ളത് ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്താണ്. ഇവിടെ നിന്നാണ് സംസ്ഥാനത്തെ മുഴുവൻ ഈ സൈറനുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. സംസ്ഥാനത്ത് കവചം സൈറന്റെ ഭാഗമായി 126 സെന്ററുകൾ, അതായത് നമ്മൾ ഈ കാണുന്ന നമ്മളോട് സമീപത്തുള്ള ഈ സൈറനാണ് ഇതാണ് 126 കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് പ്രധാനമായി സ്ഥാപിക്കുന്നതിന്റെ ലക്ഷ്യം നേരത്തെ പ്രകൃതി ദുരന്തങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക, ഒപ്പം വേണ്ട നിർദ്ദേശങ്ങൾ ഇതുവഴി അനൗൺസ് ചെയ്യാം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന ഓഫീസിൽ നിന്ന് തന്നെ ഇതിൽ നിന്ന് അനൗൺസ് ചെയ്താൽ അതും ജനങ്ങളിലേക്ക് എത്തും. ഈ രീതിയിൽ 126 കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ സൈറനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കവചം സൈറനുകളിൽ 100 എണ്ണമാണ് ഇന്ന് പ്രവർത്തിപ്പിക്കുന്നത്. 100 എണ്ണം പ്രവർത്തിപ്പിക്കുന്നതിന് മുൻപ് ആദ്യം എയർഫോഴ്സിന്റെ നിർദ്ദേശം ലഭിക്കും. എയർഫോഴ്സിന്റെ നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഈ 100 സൈറനുകളും ഇവിടെ നിന്ന് ഈ ആസ്ഥാനത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യും. നേരത്തെ അലക്സ് പറഞ്ഞതുപോലെ 90 മിനിറ്റാണ് ആദ്യ സൈറൻ, അതായത് 90 സെക്കൻഡാണ് ആദ്യ സൈറൻ. 30 സെക്കൻഡ് വീതമുള്ള 3 തവണ റിപ്പീറ്റ് ചെയ്യുന്ന സൈറൻ. ഈ സൈറൻ മുഴങ്ങുമ്പോൾ എല്ലാവരും അലർട്ട് ആവുക എന്നുള്ളതാണ് ഇതിന്റെ നിർദ്ദേശം. ഈ പ്രധാനമായി 3 രീതിയിലുള്ള മുൻകരുതൽ നടപടികളാണ് ഈ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി എടുക്കേണ്ടത്. അതായത് ഒന്ന്, ഈ പൊതുസ്ഥലങ്ങളിൽ തുറസായ സ്ഥലങ്ങളിലെല്ലാം നിൽക്കുന്നവർ, അത്തരത്തിൽ നിൽക്കുന്നവരെ ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ മോക്ക് ഡ്രിൽ, അതായത് അല്ലെങ്കിൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഒരു പ്രക്രിയ. അതിന് ഈ ഏതെങ്കിലും ഒരു പൊതു ഇടങ്ങളിൽ നിൽക്കുന്ന ബസ് സ്റ്റാൻഡുകളോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ നിൽക്കുന്ന ആളുകൾ ഈ സൈറൻ കേട്ട് കഴിയുമ്പോൾ ചെറിയ രീതിയിൽ ഫയർഫോഴ്സ് അടക്കുന്ന ഒരു സിവിൽ ഡിഫൻസ് ടീമിന്റെ അടക്കം സംഘം അവിടെ എത്തുകയും അവിടെ നിന്ന് അവർക്ക് ഒരു സുരക്ഷിത കെട്ടിടം സമീപത്തുണ്ടെങ്കിൽ ആ കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നതാണ് ആദ്യ രീതി. രണ്ടാമത്തേത്, ഒരു പൊതുവായ സ്ഥലം, അത് ചിലപ്പോൾ ഒരു മാളാകാം, ചിലപ്പോൾ ഒരു സർക്കാർ ഓഫീസാകാം. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു പൊതു ഇടം. ഇപ്പോൾ മാളുകളെല്ലാം ആണെങ്കിൽ മാളുകൾക്കകത്ത് നിൽക്കുന്ന ആളുകൾ ഈ 4 മണിയോടുകൂടി സൈറൻ കേൾക്കുമ്പോൾ മാളുകളിൽ തന്നെയുള്ള സുരക്ഷിതമായ സ്ഥലങ്ങൾ, കാരണം ഓരോ മാളുകളിൽ തന്നെ നമുക്കറിയാം വലിയ തുറസായ സ്ഥലങ്ങളുണ്ടാകും, ഒപ്പം സുരക്ഷിതമായ ഒരു കവേർഡായ സ്ഥലങ്ങളുണ്ടാകും. ആ സ്ഥലങ്ങളിലേക്ക് മാറ്റുക. മൂന്നാമത്തെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ വീടുകളിലോ ചെറിയ ഓഫീസുകളിലോ കഴിയുന്ന ആളുകൾ. ഈ വീടുകളിലും മറ്റും കഴിയുന്നവർ കൃത്യമായുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ മോക്ക് ഡ്രിൽ സമയം, അതായത് അരമണിക്കൂർ ഏത് രീതിയിൽ പ്രതികരിക്കണം ഈ മോക്ക് ഡ്രില്ലിനോട് എന്നുള്ളത് കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ അലാറം കേൾക്കുമ്പോൾ തന്നെ വീട്ടിനകത്തുള്ള ലൈറ്റുകൾ പൂർണ്ണമായി അടയ്ക്കണം. ഏതെങ്കിലും രീതിയിൽ ലൈറ്റുകൾ ഇടേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ലൈറ്റുകൾ പുറത്തു പോകാതിരിക്കാൻ ഈ ജനലുകളും മറ്റും കർട്ടനുകളോ മറ്റ് പേപ്പറുകളോ ഒട്ടിച്ച് ഒരംശം പോലും ലൈറ്റ് പുറത്തു പോകാത്ത രീതിയിൽ ജനലുകൾ പൂർണ്ണമായി മൂടണം. ഒപ്പം ഈ ജനലുകൾക്ക് സമീപത്തും മറ്റോ ഫോണുകൾ, മൊബൈൽ ഫോണുകളോ ചാർജറുകളോ ഒന്നും വെക്കാൻ പാടില്ല. ഗ്യാസ് ഉൾപ്പെടെയുള്ള ഈ പാചകത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അതും ഉപയോഗിക്കാൻ പാടില്ല. ഏതെങ്കിലും രീതിയിലുള്ള പൊതു അറിയിപ്പുകൾ അറിയണമെങ്കിൽ TV പ്രവർത്തിപ്പിക്കാം. TV പ്രവർത്തിപ്പിച്ച TVയിലും റേഡിയോയിലും വരുന്ന പൊതു അറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കുക. ഈ രീതിയിൽ അരമണിക്കൂർ കേരളത്തിലുള്ള എല്ലാ മേഖലയിലുള്ളവരും ഇതിനോട് സഹകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ രീതിയിൽ താൽക്കാലികമായ ഒഴിപ്പിക്കൽ നടപടികൾ, അതായത് പൊതു ഇടങ്ങളിലുള്ളവർക്ക് ചിലപ്പോൾ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന നടപടികൾ, അതെല്ലാം ഈ സമയങ്ങളിൽ ഉണ്ടാകും. അത് എവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഇപ്പോഴും ഫയർഫോഴ്സ് ആണ് ഇതിന് ഈ ഇവാക്യുവേഷൻ അല്ലെങ്കിൽ ഒഴിപ്പിക്കൽ നടപടികൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. അത് നേരത്തെ അറിയിപ്പ് നൽകിയാൽ ചിലപ്പോൾ ജനങ്ങൾ പാനിക്കാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മുൻകൂട്ടി അറിയിപ്പില്ലാതെ വളരെ പെട്ടെന്നായിരിക്കും ഇത്തരത്തിൽ ഒഴിപ്പിക്കൽ നടപടികൾ നടത്തുക. അതും ജനങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ ഹാനികരമാകാത്ത രീതിയിൽ നടത്തണം എന്നുള്ള പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ അലാറം കേൾക്കുന്ന സമയത്ത് ഈ ജനങ്ങൾ ഇതിനോട് സഹകരിക്കുക. ഈ അലാറം നമ്മൾ ലൈവിലും കേൾപ്പിക്കും. അതിനനുസരിച്ച് ഇത് കേൾക്കുന്നവർ, TVയിൽ കേൾക്കുന്നവർ അതിനനുസരിച്ച് നേരത്തെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് വീട്ടിലും ഈ മോക്ക് ഡ്രില്ലിനോട് സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. ഉന്മേഷ് ബാലകൃഷ്ണനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.